മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ, പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ വേണ്ടി പോവാണ്. ചില ആളുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നേരിട്ട് ഇടപെട്ട് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിന്റെ രേഖകൾ സഹിതമുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ വേണ്ടി പോവാണ്. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും, ഒരു സംശയം വേണ്ട. അപ്പൊ അതിന് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തെ വഴിതിരിച്ചു വിടാം, എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ. ഇപ്പൊ അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, ഇനി ഫിറോസ് ഈ വിഷയം പറയാൻ സാധ്യതയില്ല, അദ്ദേഹം വേറെ ആരെ കൊണ്ടെങ്കിലേ പറയിപ്പിക്കുള്ളൂ. കാരണം നമ്മളൊരു ആരോപണം, യൂത്ത് ലീഗ് ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് വിശുദ്ധ ഖുർആൻ ഒന്ന് ഉയർത്തി കാണിച്ച് ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കേൾക്കുന്ന ആളുകൾക്ക് അറിയാം, കാരണം അത് തെളിവുകൾ സഹിതമേ പറയൂ. ജലീലിന് അത് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത്. കാരണം പറയുന്ന ആൾക്കും വിശ്വാസമല്ല, കേൾക്കുന്ന ആൾക്കും വിശ്വാസമല്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഈ മതഗ്രന്ഥങ്ങളെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത്. ഞങ്ങൾ തെളിവുകൾ സഹിതമാണ് അത്തരം കാര്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ.